നമസ്കാരം. ഇതുവരെയുള്ള എല്ലാ വാർത്തകളും സമഗ്രമായി നോക്കാം. ന്യൂസ് അറ്റ് 6 PM ആദ്യം പ്രധാന തലക്കെട്ടുകൾ. കോൺഗ്രസിന്റെ അന്തിമ സ്ഥാനാർത്ഥി പട്ടികയിൽ അനിശ്ചിതത്വം. കെ സുധാകരൻ, അടൂർ പ്രകാശ്, എൽദോസ് കുന്നപ്പള്ളി എന്നിവരുടെ കാര്യത്തിൽ തീരുമാനമായില്ല. KC വേണുഗോപാൽ കെ സുധാകരനുമായി സംസാരിച്ചു. തർക്കസ്ഥലങ്ങൾ ഒഴിച്ചിട്ടേക്കും കോൺഗ്രസ് ആസ്ഥാനത്ത് നിർണായക യോഗം. ലീഗുമായി ഇടഞ്ഞ അബ്ദുറഹ്മാൻ രണ്ടത്താണിയെ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്ത് CPM. രണ്ടത്താണി ചോദിക്കുന്ന സീറ്റ് കൊടുക്കാൻ തയ്യാറെന്ന് ജില്ലാ നേതൃത്വം. രണ്ടത്താണിക്ക് തിരൂരങ്ങാടിയോ വള്ളിക്കുന്നോ നൽകുമെന്ന് സൂചന. സീറ്റ് കിട്ടാത്തവരുടെ പരസ്യ പ്രതികരണം വൈകാരിക പ്രകടനമെന്ന് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. CPM നേതാക്കളുമായി നല്ല ബന്ധമെന്ന് അബ്ദുറഹ്മാൻ രണ്ടത്താണി. CPM വിട്ടവർക്ക് UDF പിന്തുണ. എതിർപ്പുമായി യൂത്ത് കോൺഗ്രസ്. PK ശശി ഒറ്റപ്പാലത്തും TK ഗോവിന്ദൻ തളിപ്പറമ്പിലും മത്സരിക്കും. പയ്യന്നൂരിലും തളിപ്പറമ്പിലും CPM വിമതരെ പിന്തുണയ്ക്കാനുള്ള UDF തീരുമാനത്തെ എതിർത്ത് യൂത്ത് കോൺഗ്രസ്. മലപ്പുറത്ത് മന്ത്രി അബ്ദുറഹ്മാനെ അനുനയിപ്പിക്കാൻ LDF. താനൂരിൽ നിന്ന് മാറി തിരൂരിൽ മത്സരിക്കും. BJPയുടെ രണ്ടാം സ്ഥാനാർത്ഥി പട്ടിക ഇന്ന്. ഇറാന്റെ ഉന്നത ഉദ്യോഗസ്ഥരെ ലക്ഷ്യം വെച്ച് ഇസ്രയേൽ. ഇന്റലിജൻസ് മന്ത്രി ഇസ്മായിൽ ഖാത്തിബിനെയും വധിച്ചെന്ന് റിപ്പോർട്ട്. സ്ഥിരീകരിക്കാതെ ഇറാൻ. ഗൾഫ് രാജ്യങ്ങളിലേക്കും ഇസ്രയേലിലേക്കും ഇറാൻ ആക്രമണം തുടരുന്നു. ഖത്തറിലും UAEയിലും പെരുന്നാളിന് ഈദ് നമസ്കാരം പള്ളികളിൽ മാത്രമാക്കി ചുരുക്കി. അയോധ്യയിലെത്തിയ സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി ഇന്ന് സരയൂ ആരതിയിൽ പങ്കെടുക്കുന്നു. ശ്രീരാമക്ഷേത്രത്തിൽ നാളെ നടക്കുന്ന ശ്രീരാമയന്ത്ര പ്രതിഷ്ഠയ്ക്ക് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനൊപ്പം അമ്മയും സാക്ഷിയാകും. ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോളിൽ റയൽ മാഡ്രിഡിനോട് തോറ്റ മാഞ്ചസ്റ്റർ സിറ്റി പുറത്ത്. ഇന്ന് ബാഴ്സലോണ ന്യൂകാസിൽ പോരാട്ടം. മത്സരം 11:30. ക്വാർട്ടറിലെത്താൻ ന്യൂകാസിലിന് ജയം അനിവാര്യം. റയൽ മാഡ്രിഡും PSG-യും ആഴ്സണലും ക്വാർട്ടറിൽ. അയോധ്യയിലെത്തിയ സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി സരയൂ ആരതിയിൽ പങ്കെടുക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ശ്രീരാമക്ഷേത്രത്തിൽ നാളെ നടക്കുന്ന ശ്രീരാമയന്ത്ര പ്രതിഷ്ഠയ്ക്ക് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനൊപ്പം അമ്മയും സാക്ഷിയാകുന്നുണ്ട്. അതിനായാണ് അമ്മ അയോധ്യയിലേക്ക് എത്തിയിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ സരയൂ നദിയിൽ ആരതി നടക്കും. തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. Slowly feel the sounds, ma and dom, fading away from your breath, taking you into a state of profound peace and silence. Like a bud blossoming into a flower, experience your heart blossoming and becoming one with the Supreme Consciousness. Feel it getting filled with divine love. And experience this love overflowing from within towards the whole of creation. ശാന്തിയുടെ കുറച്ച് ധ്യാനിക്കുക.
ലോകമുഴുക്കുള്ള ആകാശം ശാന്തിയുടെ വെള്ളപുഷ്പം ലോകമുഴുക്കുള്ള ഭൂമിയിലേക്ക് ഇടതടവില്ലാതെ വീഴുന്നതായിട്ട് കാവൽ ചെയ്യുക. Let us meditate for world peace and harmony as per Rama's instructions. Visualize white flowers of peace incessantly showering from the entire sky onto the entire earth. Our minds being limited, it is difficult to visualize the entire earth and the sky. You may visualize to the extent that your mind permits. Those who are new to this meditation, please have a look at the visual on the screen that demonstrates the visualization and meditate accordingly. ശാന്തയുടെ പുഷ്പം സമുദ്രത്തിൽ വീഴുന്നതായിട്ട് ഭാവന ചെയ്യാം. Now visualize the white flowers of peace falling into the oceans. നദിയിൽ വീഴുന്നതായിട്ട് ഭാവന ചെയ്യുക. Into the rivers. മലയിൽ വീഴുന്നതായിട്ട് ഭാവന ചെയ്യുക. Visualize them falling on the mountains. അയോധ്യയിലെത്തിയ സദ്ഗുരു ശ്രീ മാതാമൃതാനന്ദമയി ദേവി സരയൂ ആരതിയിൽ പങ്കെടുക്കുകയാണ്. അതിനു മുന്നോടിയായി അമ്മയുടെ നേതൃത്വത്തിൽ ധ്യാനമാണ് നടക്കുന്നത്. ശ്രീരാമക്ഷേത്രത്തിൽ നാളെ നടക്കുന്ന ശ്രീരാമയന്ത്ര പ്രതിഷ്ഠയ്ക്ക് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനൊപ്പം അമ്മയും സാക്ഷിയാകും. ഇന്നലെ അയോധ്യയിൽ എത്തിയ അമ്മയ്ക്ക് വലിയ ഭക്തിനിർഭരമായ സ്വീകരണമാണ് ഒരുക്കിയിരുന്നത്. നാളെയാണ് ശ്രീരാമയന്ത്ര പ്രതിഷ്ഠാ ചടങ്ങ്. രാഷ്ട്രപതി ദ്രൗപദി മുർമു അമ്മയ്ക്കൊപ്പം പങ്കെടുക്കുന്നുണ്ട്. ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റിൻ്റെ പ്രത്യേക ക്ഷണപ്രകാരമാണ് അമ്മ ചടങ്ങിൽ പങ്കെടുക്കുന്നത്. കഴിഞ്ഞ ദിവസം നമുക്കറിയാം, കായംകുളത്ത് നിന്നും പ്രത്യേക ട്രെയിനിലാണ് സന്യാസി ശിഷ്യർക്കും ശ്രേഷ്ഠർക്കുമൊക്കെ ഒപ്പം അമ്മ 1000-ഓളം വരുന്ന ആശ്രമ അന്തേവാസികൾക്കുമൊപ്പം ഒക്കെ അയോധ്യയിലെത്തിയത്. ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് ഭാരവാഹികൾ ചേർന്നാണ് ഇന്നലെ അമ്മയെ അയോധ്യയിൽ ഭക്തിനിർഭരമായ സ്വീകരണം ഒരുക്കിയതൊക്കെ. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വൈദികർ നയിക്കുന്ന പൂജാകർമ്മങ്ങൾ അടക്കമുള്ള ചടങ്ങുകൾ ആണ് നാളെ അയോധ്യയിൽ ശ്രീരാമയന്ത്ര പ്രതിഷ്ഠാ ചടങ്ങുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. 7000-ലധികം ക്ഷണിതാക്കൾ പങ്കെടുക്കുന്നുണ്ട്. പരിപാടികൾക്കെല്ലാം ശേഷം 22-ാം തീയതി അമ്മ അമൃതപുരിയിലേക്ക് തിരിച്ചെത്തും. ഇപ്പോൾ സരയൂ നദിയിൽ ആരതിയുമായി ബന്ധപ്പെട്ട ചടങ്ങാണ് നടക്കുന്നത്. അതിന് മുന്നോടിയായി അമ്മയുടെ നേതൃത്വത്തിൽ ധ്യാനം നടക്കുന്നു. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഓരോ സെല്ലും എൻ്റെ സ്ഥാനമുണ്ട്. പാഞ്ചോട് ശേഷിയുള്ള സെല്ലുകൾ ഉണർന്ന് പ്യൂരിഫൈ ചെയ്ത് ആനന്ദനൃത്തം ചെയ്യുന്ന പോലെ മനസ്സുകൊണ്ട് ഭാവം ചെയ്യും. ഈ സെല്ല് ഏത് രൂപത്തിലും ഭാവത്തിലും മനസ്സുകൊണ്ട് ഭാവന വെച്ചാൽ നമ്മൾ പോത്തിരുവത്തിക്കുകയോ കമ്പത്തിരുവത്തിക്കുകയോ അഗ്നിയുടെ പ്രകാശം നൃത്തം ചെയ്യും. ഇത് പാഞ്ചോട്ട് ശിരസ് വരെയുള്ള ലക്ഷലക്ഷങ്ങൾ സെല്ലുകൾ ഓരോരോ കുടുംബങ്ങളിലെയും സെല്ലുകളുടെ അതേ രൂപത്തിൽ അതേ ഭാവത്തിൽ അതേ കള്ളാറിൽ മിണ്ടിത്തിളങ്ങി നൃത്തം ചെയ്യുന്നതായിട്ട് മനസ്സുകൊണ്ട് ഭാവം ചെയ്യുക. അതോടൊപ്പം മനസ്സിൽ ആഹ്ലാദം അനുഭവിക്കുക. മനസ്സിൽ പുറകെ ഭാവം ചെയ്യാനൊക്കെ പുതിയ മക്കളുടെ സ്ക്രീനിൽ നോക്കിയിട്ട് അത് വരപ്പെടുത്തിയാണ്. Amma always reminds us that our bodies are made up of millions of cells, and each cell is significant. Even a tiny cell that gets dislodged in the inner ear canal can cause an imbalance in the body as we try to walk. When the cells of a muscle start degenerating,
It affects the functioning of the whole muscle. Feel every cell. അയോധ്യയിലെത്തിയ സദ്ഗുരു ശ്രീമാത അമൃതാനന്ദമയി ദേവി സരയൂ ആരതിയിൽ പങ്കെടുക്കുകയാണ്. അതിനു മുന്നോടിയായുള്ള ധ്യാനമാണ് അവിടെ നടക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ആരതി നടക്കും. ശ്രീരാമക്ഷേത്രത്തിൽ നാളെ നടക്കുന്ന ശ്രീരാമ യന്ത്രപ്രതിഷ്ഠയ്ക്ക് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനൊപ്പം അമ്മയും സാക്ഷിയാകുന്നുണ്ട്. ഇപ്പോൾ സരയൂ നദീക്കരയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇതിലേക്ക് മടങ്ങി വരാം. അതിനു മുമ്പ് മറ്റു വാർത്തകൾ നോക്കാം. ഇനി കോൺഗ്രസിന്റെ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് വരുമ്പോൾ കൂടുതൽ പൊട്ടിത്തെറികൾ ഉണ്ടാകാൻ സാധ്യത. മത്സരത്തിന് മുറവിളി കൂട്ടുന്ന പലരും പട്ടികയിലില്ലെന്ന് സൂചന. കെ സുധാകരനെ അനുനയിപ്പിക്കാൻ അവസാനവട്ട നീക്കം നടത്തി കോൺഗ്രസ്. വിവരങ്ങളുമായി അൻഫ്ലി ഡിസൂസ ചേരുന്നു. ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക വന്നെങ്കിലും എറണാകുളത്ത് കോൺഗ്രസിന്റെ സസ്പെൻസ് ഇപ്പോഴും തുടരുകയാണ്. പെരുമ്പാവൂർ, കൊച്ചി, തൃപ്പൂണിത്തുറ, വൈപ്പിൻ മണ്ഡലങ്ങളിൽ ഉൾപ്പെടെ സ്ഥാനാർത്ഥികളെ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. ഇതിൽ തൃപ്പൂണിത്തുറയിലും പെരുമ്പാവൂരിലും ആര് സ്ഥാനാർത്ഥിയാകുമെന്നുള്ളതാണ് ശ്രദ്ധേയം. പെരുമ്പാവൂരിലെ സിറ്റിംഗ് MLA എൽദോസ് കുന്നപ്പള്ളി ഡൽഹിയിൽ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. കൊച്ചിയിലും പെരുമ്പാവൂരും DCC അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസിന്റെ പേര് പരിഗണിക്കുന്നുണ്ട്. പെരുമ്പാവൂരിൽ കുന്നപ്പള്ളി ഇല്ലെങ്കിൽ ഷിയാസ് തന്നെ എത്താനാണ് സാധ്യത. തൃപ്പൂണിത്തുറയിൽ ദീപ്തി വർഗീസ്, ഡെപ്യൂട്ടി മേയർ ദീപക് ജോയ് എന്ന പേരുകൾക്കാണ് പരിഗണന. ദീപക് ജോയ്ക്ക് വേണ്ടി കെ ബാബു രംഗത്തെത്തിയിട്ടുണ്ട് എന്നാണ് സൂചന. അതേസമയം ദീപ്തി മേരി വർഗീസിന് സീറ്റ് നൽകിയില്ലെങ്കിൽ വലിയ പ്രതിഷേധത്തിലേക്കും പൊട്ടിത്തെറിയിലേക്കും കാര്യങ്ങൾ പോകും. കണ്ണൂർ സീറ്റുമായി ബന്ധപ്പെട്ട് നേതൃത്വവുമായി അയഞ്ഞ് കെ സുധാകരൻ. സമവായത്തിന് കളം ഒരുങ്ങുകയാണ്. അമൃത രാമകൃഷ്ണനെ കണ്ണൂരിൽ UDF സ്ഥാനാർത്ഥിയായി നിർദ്ദേശിച്ച് കെ സുധാകരൻ മാധ്യമങ്ങളെ കാണാനുള്ള തീരുമാനം മാറ്റി. അതേസമയം TK ഗോവിന്ദന്റെ ആരോപണങ്ങൾ CPMന് വലിയ വെല്ലുവിളിയായിരിക്കുകയാണ്. പ്രതിഷേധം ഉയർന്ന തളിപ്പറമ്പിലും പേരാവൂരിലും ജാഗ്രതയോടെ നീങ്ങാനാണ് CPMന്റെ നിർദ്ദേശം. പയ്യന്നൂരിലും തളിപ്പറമ്പിലും CPM വിമതരെ പിന്തുണയ്ക്കാനുള്ള UDF തീരുമാനത്തെ എതിർത്ത് യൂത്ത് കോൺഗ്രസ് രംഗത്തെത്തി. കോൺഗ്രസിന്റെ കൊടി പിടിച്ചവർ വേണം സ്ഥാനാർത്ഥികളാകേണ്ടതെന്നും നേതൃത്വത്തിന്റെ തീരുമാനം രാഷ്ട്രീയ ആത്മഹത്യയെന്നും യൂത്ത് കോൺഗ്രസ് അഭിപ്രായപ്പെട്ടു. കോൺഗ്രസിന്റെ ബാക്കി സ്ഥാനാർത്ഥികളെ ഇന്ന് തന്നെ പ്രഖ്യാപിക്കുമെന്ന് രമേശ് ചെന്നിത്തല. സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ പാർട്ടിയിൽ ഒരു തർക്കവുമില്ല. യഥാർത്ഥ പ്രശ്നമുള്ളത് CPMലാണ്. ഇതുപോലെ ഒരു കലഹമുണ്ടായ കാലം CPMൽ മുമ്പുണ്ടായിട്ടില്ല. കെ സുധാകരന് മത്സരിക്കാൻ താൽപ്പര്യമുണ്ട്. സ്ഥാനാർത്ഥിത്വം തീരുമാനിക്കേണ്ടത് പാർട്ടി സെൻട്രൽ കമ്മിറ്റിയെന്നും രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. ഇന്ന് കോൺഗ്രസിൻ്റെ ബാക്കിയുള്ള സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കും. നിങ്ങൾ പറയുന്ന പോലെ ഒരു പ്രശ്നവും ഇതിനകത്ത് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നിർണയത്തിലില്ല. പക്ഷെ ഞങ്ങൾക്ക് ചില പ്രൊസീജിയറുണ്ട്. ഞങ്ങളൊരു കേരള പാർട്ടിയല്ല, ദേശീയ പാർട്ടിയാണ്. CPMനെ പോലൊരു കേരള പാർട്ടി ആയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ തീരുമാനിക്കാമായിരുന്നു. പക്ഷെ ഞങ്ങൾ ദേശീയ തലത്തിലൊരു പാർട്ടി ആയതുകൊണ്ട് അതിൻ്റേതായ നടപടിക്രമങ്ങളുണ്ട്. സ്ക്രീനിങ് കമ്മിറ്റിയുണ്ട്, CEC ഉണ്ട്. ആ നടപടിക്രമങ്ങൾ ഞങ്ങൾക്ക് പാലിച്ചേ മതിയാവുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് 1-2 ദിവസം. പിന്നെ ഇത്രയും പെട്ടെന്ന് ഈ സമയം വളരെ കുറവാണ്. 1970 ഇങ്ങനൊരു തെരഞ്ഞെടുപ്പ് നടന്ന് ഒഴിച്ചാൽ ഒരു കാലത്തും ഇത്തരം ചെറിയൊരു കാലയളവിൽ തെരഞ്ഞെടുപ്പ് ഉണ്ടായിട്ടില്ല കേരളത്തിൽ. ഇപ്പം തന്നെ നോമിനേഷൻ കൊടുക്കാൻ വേണ്ടി ഫോം പോലും കിട്ടുന്നില്ല, ഇതുവരെ വന്നിട്ടില്ല. അപ്പം അതുകൊണ്ടാണ് പെട്ടെന്ന് സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാനുണ്ടായ ചെറിയ കാലതാമസമുണ്ട്. അത് അധികം ദിവസങ്ങളോ മണിക്കൂറുകളോ ഒന്നും വൈകിട്ടില്ല. ലീഗുമായി ഇടഞ്ഞ അബ്ദുറഹ്മാൻ രണ്ടത്താണി ഇടത് സ്ഥാനാർത്ഥിയായേക്കും. രണ്ടത്താണി ചോദിക്കുന്ന സീറ്റ് കൊടുക്കാൻ തയ്യാറെന്ന് CPM അറിയിച്ചു. തിരൂരങ്ങാടിയോ താനൂരോ മത്സരിപ്പിക്കാനാണ് നീക്കം. അതേസമയം സീറ്റ് കിട്ടാത്തവരുടെ പരസ്യ പ്രതികരണം വൈകാരിക പ്രകടനമെന്ന് പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ. അവരെ അകറ്റി നിർത്തില്ലെന്നും സീറ്റ് കിട്ടാത്തതിനാൽ ആരും പാർട്ടി വിടില്ലെന്നും തങ്ങൾ പറഞ്ഞു. അങ്ങനൊരു സീറ്റ് കിട്ടിയിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് പാർട്ടിയിൽ നിന്ന് പോകുന്ന ആളുകളൊന്നല്ല. അവരൊക്കെ പാർട്ടിയിൽ കാലങ്ങളായി പ്രവർത്തിച്ച് വരുന്നവരാണ്. അവര് MLA ആയിട്ടുള്ള ആൾക്കാരാണ്. മറ്റ് പാർട്ടി കൊടുത്തുള്ള സ്ഥാനമാനങ്ങളൊക്കെ വഹിക്കുന്നവരാണ്. അപ്പം അതിന്റെ ഒക്കെ വിലമതിക്കുന്നവരാണ്. അവരൊന്നും അതിന്റെ പേരിൽ പാർട്ടി വിട്ടു പോകുമെന്ന് ഞങ്ങളാരും വിചാരിക്കുന്നില്ല. തിരൂരങ്ങാടി സ്ഥാനാർത്ഥിക്കെതിരെയുള്ള ഫേസ്ബുക്ക് പോസ്റ്റിൽ പ്രതികരണവുമായി അബ്ദുറഹ്മാൻ രണ്ടത്താണി. പോസ്റ്റ് പിൻവലിക്കേണ്ട ഘട്ടം വരുമ്പോൾ താൻ തന്നെ പിൻവലിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. CPMന്റെ യോഗത്തിൽ തീരുമാനമെടുത്തതിനെക്കുറിച്ച് പ്രതികരിക്കേണ്ടത് താനല്ലെന്നും ഒരു പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ചുമതല വഹിക്കുന്ന ആളാണ് താനെന്നും രണ്ടത്താണി പറഞ്ഞു. സ്വാഭാവികമായിട്ടും അറിയുന്ന കാര്യങ്ങളാണ് എല്ലാവർക്കും. പാർട്ടിയുടെ ഒരു പാർട്ടിക്കാരൻ എന്നുള്ള നിലക്കുള്ള എൻ്റെ വികാരം മാത്രമാണ് ഇതിൽ ഞാൻ പ്രകടിപ്പിച്ചത്.
പാർട്ടി വിടുന്നൊക്കെയാണ് കേൾക്കുന്നത്. എനിക്കറിയാം, ഞാൻ ഒരു ഐഡിയോളജിക്കലി ലീഗുകാരനാണ്. ഞാൻ മുസ്ലിം ലീഗിൻ്റെ ഐഡിയോളജിയിൽ നിന്ന ആളാണ്. ഇന്ന് വരെ പാർട്ടിയുടെ ട്രാക്കിൽ ഒരിക്കലും തെറ്റിപ്പോയിട്ടുള്ള ഒരാളല്ല. എൻ്റെ കഴിഞ്ഞകാല പാർട്ടി പ്രവർത്തനത്തിൻ്റെ കാര്യങ്ങൾ പരിശോധിക്കുന്ന ഏതൊരാൾക്കും അത് കാണാൻ കഴിയും. സ്വാഭാവികമായിട്ടും അറിയുന്ന തിരഞ്ഞെടുപ്പിനായി പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികളെ മാറ്റുന്നത് തള്ളാതെ എ വിജയരാഘവൻ. UDF-ലെ അതൃപ്തി ഇടതുപക്ഷത്തിന് അനുകൂലമാക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തുമെന്നും ലീഗ് പ്രതിരോധത്തിലായപ്പോഴൊക്കെ മുന്നിൽ നിന്നത് രണ്ടത്താണിയായിരുന്നുവെന്നും CPM പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ മലപ്പുറത്ത് പറഞ്ഞു. അതൃപ്തി രേഖപ്പെടുത്തി ഞാൻ അംഗീകരിച്ചല്ലോ. ബാക്കിയുള്ളതൊന്നും ഇപ്പോൾ എനിക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല. UDF-ൽ രൂപം കൊണ്ടിട്ടുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും ഇപ്പോൾ ലീഗിൽ വ്യാപിച്ചതിനെ തുടർന്ന് അതിൻ്റെ അനുരണനങ്ങൾ ഉണ്ടാവും എന്നുള്ളത് നിസ്തർക്കമായ ഒരു കാര്യമാണ്. അബ്ദുറഹ്മാൻ രണ്ടത്താണി എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടിട്ടുള്ളത് എന്താ വെച്ചാൽ, ലീഗിൻ്റെ പ്രയാസം ഉണ്ടായ ഘട്ടങ്ങളിൽ, ലീഗ് ഡിഫെൻസീവിലും ബാക്ക് ഫുട്ടിലും ഇരുന്ന ഘട്ടങ്ങളിൽ മുസ്ലിം ലീഗിനെ ഏറ്റവും കൂടുതൽ പ്രതിരോധിച്ച് മുസ്ലിം ലീഗിൻ്റെ വക്താവായി കേരളീയ പൊതുസമൂഹത്തിൽ വന്നിട്ടുള്ളതാണ്. തെരഞ്ഞെടുപ്പ് പോരാട്ടം മുഖത്ത് നിൽക്കുമ്പോൾ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്നവർ ശത്രുക്കളെന്ന് മുസ്ലിം ലീഗ് മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി KPA മജീദ്. എല്ലാവരെയും തൃപ്തിപ്പെടുത്തി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ സാധിക്കില്ലെന്നും KPA മജീദ്. ഫേസ്ബുക്കിലാണ് KPA മജീദിന്റെ പ്രതികരണം. സംസ്ഥാനത്ത് UDF-ൽ പ്രതിസന്ധി മൂർച്ഛിച്ചിരിക്കുകയാണെന്ന് BJP നേതാവ് K. സുരേന്ദ്രൻ. അവർക്കിടയിൽ ജനകീയ വിഷയങ്ങൾ പ്രശ്നമല്ല, സ്ഥാനമാനങ്ങളെ ചൊല്ലിയുള്ള തർക്കങ്ങളും സീറ്റ് കിട്ടുന്നതിലുള്ള കുതികാൽവെട്ടുമാണ് നടക്കുന്നത്. 24 മണിക്കൂർ കൊണ്ട് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുമെന്ന് പറഞ്ഞ UDF 72 മണിക്കൂർ കഴിഞ്ഞിട്ടും അതിന് സാധിച്ചിട്ടില്ലെന്നും K. സുരേന്ദ്രൻ പറഞ്ഞു. ഈ രണ്ട് മുന്നണികളിലും പ്രതിസന്ധിയുണ്ട്. UDF-ൽ അത് മൂർച്ഛിച്ചിരിക്കുകയാണ്. കാരണം അവർ എടുക്കുന്ന നിലപാടുകൾ പലതും ജനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രശ്നങ്ങളല്ല, അവരെ സ്ഥാനമാനങ്ങളെ ചൊല്ലിയുള്ള തർക്കമാണ്. LDF-ലും UDF-ലും നടക്കുന്നത് കേരളത്തിലെ പൊതുജനത്തിൻ്റെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ഒരു തർക്കവുമല്ല, ഒരു ചർച്ചയുമല്ല. അവർ ആർക്കൊക്കെ സീറ്റ് കിട്ടണം ഉള്ള കുതികാൽ വെട്ടിനാണ് അവർ ശ്രമിക്കുന്നത്. NDA ശരിയായ ദിശയിൽ ജനങ്ങളുടെ വികസന താല്പര്യങ്ങളും രാഷ്ട്രീയ പ്രശ്നങ്ങളും മൂർത്തമായ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് ഞങ്ങൾ മുമ്പോട്ട് പോവുകയാണ്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ പ്രാർത്ഥന നടത്തി തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിച്ച് കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ. പാർട്ടി എക്സിക്യൂട്ടീവ് ചെയർമാൻ മോൻസ് ജോസഫ് MLA, ചെയർമാൻ PJ ജോസഫിന്റെ മകനും പാർട്ടി സംസ്ഥാന കോർഡിനേറ്ററുമായ അപ്പു ജോൺ ജോസഫ് എന്നിവർ ഉൾപ്പെടെ പാർട്ടിയുടെ 8 സ്ഥാനാർത്ഥികളും ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലെത്തി. കേരള കോൺഗ്രസിന്റെ 2 സീറ്റുകൾ കോൺഗ്രസിന് വിട്ടുകൊടുത്തത് ഈ തെരഞ്ഞെടുപ്പിലേക്ക് മാത്രമായുള്ള വിട്ടുവീഴ്ചയാണെന്ന് മോൻസ് ജോസഫ് പറഞ്ഞു. നിയമസഭാ തിരഞ്ഞെടുപ്പിനായുള്ള കേരള കോൺഗ്രസിന്റെ 8 സ്ഥാനാർത്ഥികളെ ഇന്നലെ വൈകുന്നേരമാണ് പ്രഖ്യാപിച്ചത്. ഔദ്യോഗികമായി പ്രചരണ പരിപാടികളിലേക്ക് കടക്കുന്നതിന് മുന്നോടിയായാണ് സ്ഥാനാർത്ഥികൾ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പുതുപ്പള്ളിപ്പള്ളിയിലെ കല്ലറയിലെത്തിയത്. പാർട്ടി എക്സിക്യൂട്ടീവ് ചെയർമാൻ മോൻസ് ജോസഫ്, ചെയർമാൻ PJ ജോസഫിന്റെ മകനും തൊടുപുഴയിലെ സ്ഥാനാർത്ഥിയുമായ അബു ജോൺ ജോസഫ്, കേരള കോൺഗ്രസിൽ നിന്നുള്ള മറ്റ് സ്ഥാനാർത്ഥികളായ തോമസ് ഉണ്ണിയാടൻ, അഡ്വക്കേറ്റ് വർഗീസ് മാമൻ, റജി ചെറിയാൻ, വിനു ജോബ്, ഷിബു തെക്കുംപുറം, ഷൈജി ഓട്ടപ്പള്ളി എന്നിവരാണ് ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലെത്തിയത്. ഉമ്മൻചാണ്ടിയുടെ ഭാര്യ മറിയാമ്മ ഉമ്മൻ, മകനും പുതുപ്പള്ളി MLA-യുമായ ചാണ്ടി ഉമ്മൻ എന്നിവർ സ്ഥാനാർത്ഥികളെ സ്വീകരിച്ചു. സംസ്ഥാനത്ത് UDF തിളക്കമാർന്ന വിജയം നേടുമെന്ന് പറഞ്ഞ മോൻസ് ജോസഫ് കേരള കോൺഗ്രസിന്റെ 2 സീറ്റുകൾ വിട്ടു നൽകിയത് കോൺഗ്രസുമായി ഉണ്ടാക്കിയ ധാരണയെ തുടർന്നാണെന്നും കൂട്ടിച്ചേർത്തു. UDF-ന്റെ വിജയം ഉറപ്പാക്കാൻ പരസ്പരമുള്ള വിട്ടുവീഴ്ച അനിവാര്യമാണെന്ന ബോധ്യത്തിലാണ് ഇത്തവണത്തേക്ക് മാത്രമായി സീറ്റുകൾ വിട്ടു നൽകിയിരിക്കുന്നത്. ഇതൊരു വൺ ടൈം എഗ്രിമെൻ്റ് ആണെന്നും മോൻസ് ജോസഫ് വ്യക്തമാക്കി. UDF-ന്റെ വിജയം ഉറപ്പാക്കാനും പരസ്പരമുള്ള വിട്ടുവീഴ്ചകളിലൂടെ ഒരു ധാരണയിൽ മുന്നോട്ട് പോകാനുമുള്ള അഭ്യർത്ഥന വെച്ചു. അതിനടിസ്ഥാനത്തിൽ കേരള കോൺഗ്രസ് പാർട്ടിക്ക് 10 സീറ്റ് എന്നുള്ളത് തത്വത്തിൽ അംഗീകരിച്ചുകൊണ്ട് തന്നെ വരും വർഷങ്ങളിൽ ആ സീറ്റുകൾ പാർട്ടിക്ക് തിരികെ ലഭിക്കാൻ കഴിയുന്ന വിധത്തിൽ ഒരു വൺ ടൈം എഗ്രിമെൻ്റ് എന്ന നിലയിൽ ഞങ്ങൾ അതിനോട് സഹകരിച്ചിട്ടുണ്ട്. അത് UDF-ന്റെ വിജയത്തിന് വേണ്ടിയാണ്. UDF തീർച്ചയായിട്ടും എല്ലാ മണ്ഡലങ്ങളും ജയിച്ചു വരണമെന്ന കാഴ്ചപ്പാടോടെ വെച്ചു. ഞങ്ങൾക്ക് ചില ബുദ്ധിമുട്ടുകൾ അക്കാര്യത്തിലുണ്ടായിരുന്നു. ചർച്ചകളിൽ കേരള കോൺഗ്രസിന് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. കോട്ടയം ലോക്സഭാ സീറ്റിൽ കേരള കോൺഗ്രസിന് വിജയിക്കാൻ അവസരമൊരുക്കിയതുകൂടി പരിഗണിച്ചാണ് വിട്ടുവീഴ്ച. UDF-ന്റെ വിജയമാണ് ഏറ്റവും പ്രധാനമെന്നും മോൻസ് പറഞ്ഞു. അമൃത ന്യൂസ്, കോട്ടയം. 100% വിജയപ്രതീക്ഷയിലാണ് കളത്തിലിറങ്ങുന്നതെന്ന് തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലം UDF സ്ഥാനാർത്ഥി CP ജോൺ. ജനങ്ങൾ ഒപ്പം നിൽക്കുമെന്നും ആന്റണി രാജുവിന്റെ അയോഗ്യത തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയമാക്കില്ലെന്നും അദ്ദേഹം അമൃത വാർത്തകളോട് പറഞ്ഞു.
തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലം പിടിക്കാൻ UDF കളത്തിലിറക്കുന്നത് CMPയുടെ CP ജോണിനെയാണ്. CP, അപ്പോൾ ഈ തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലം പിടിക്കാനായിട്ട് UDFന്റെ സ്ഥാനാർത്ഥിയായി രംഗത്തിറങ്ങുമ്പോൾ എന്തൊക്കെയാണ് പ്രതീക്ഷ? UDF ആദ്യമായിട്ട് വളരെ കോൺഫിഡൻ്റ് ആണ്. ഈ തെരഞ്ഞെടുപ്പിൽ 100% വിജയമാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. എന്തൊക്കെയാണ് മണ്ഡലത്തിൽ പ്രചരണത്തിനായി ഇറങ്ങുമ്പോൾ മുന്നോട്ട് വയ്ക്കാൻ പോകുന്നത്? ഈ മണ്ഡലം വളരെ പ്രസിദ്ധമായ ഒരു പ്രദേശമാണ്. നമ്മൾ ഈ മണ്ഡലത്തെ ആകെ മാറ്റിമറിക്കുമെന്നൊക്കെ പറയുന്നതിൽ അങ്ങനെയൊന്നും പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം പത്മനാഭസ്വാമി ക്ഷേത്രം മുതൽ നമ്മുടെ സെക്രട്ടേറിയറ്റ് വരെയുള്ള എല്ലാ സംവിധാനങ്ങളും നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഭീമാപ്പള്ളിയും വെട്ടുകാടും അങ്ങനെയുള്ള സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ക്ഷേത്രങ്ങൾ, പള്ളികൾ, ഭരണകസ്രാ കേന്ദ്രങ്ങൾ എല്ലാം നിൽക്കുന്നതാണ്. പക്ഷേ ഈ മണ്ഡലത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ കിഴക്ക് പടിഞ്ഞാറാണ് ഈ മണ്ഡലം കിടക്കുന്നത്. ഇതിൻ്റെ പടിഞ്ഞാറൻ പ്രദേശം എന്ന് പറയുന്നത് പണ്ട് വെസ്റ്റ്, തിരുവനന്തപുരം വെസ്റ്റ് എന്നാണ് അറിയപ്പെട്ടത്. അവിടെ താമസിക്കുന്നത് താരതമ്യേന പാവപ്പെട്ട ആളുകളാണ്, പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളികൾ. അവരുടെ ജീവിതം സ്ഥിരമായിട്ട് നമ്മൾ കാണുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് അവരുടെ വീടുകളൊക്കെ ചോർന്നൊലിക്കുകയാണ്. അവർ ടോയ്ലറ്റുകൾ പലതും വർക്ക് ചെയ്യുന്നില്ല. ഞാനത് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അത്രയും പ്രയാസത്തിലാണ് പ്രത്യേകിച്ചും സ്ത്രീകൾ അവരുടെ ടോയ്ലറ്റ് യൂസ് ചെയ്യുന്നതിനെക്കുറിച്ച്. എന്നോട് ഡോക്ടർ ആരിഫ, സോഷ്യൽ വർക്കറാണല്ലോ, അവർ പറഞ്ഞെന്താന്ന് പറഞ്ഞാൽ ടോയ്ലറ്റ് എന്നുള്ളത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റാതെ അവർ ചെയ്യുന്ന വളരെ കഷ്ടമായിട്ടുള്ള കാര്യങ്ങളാണ് അവർ പറയുന്നത്. അപ്പോൾ അതിനൊക്കെയാണ് പ്രാഥമികമായ പരിഗണന. അതുപോലെ തന്നെ മത്സ്യബന്ധനത്തിന് പോകുന്ന ആളുകളെയും ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടല്ലോ, ആ കാലാവസ്ഥാ വ്യതിയാനം അവരെ പിടിച്ച് ഉലച്ചിരിക്കുകയാണ്. ആ കര തിന്നുകൊണ്ടിരിക്കുകയാണ് കടൽ. അപ്പോൾ കര തിന്നുന്നൊരു കടലാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. അവിടെ ഞാനിവിടെ വലിയതുറ പോയപ്പോൾ അവിടുത്തെ നമ്മുടെ പ്രവർത്തകർ സുഹൃത്തുക്കൾ പറഞ്ഞു, സാറേ അങ്ങോട്ട് നോക്കൂ, ആ കാണുന്ന സ്ഥലമുണ്ടല്ലോ അതൊക്കെ നമ്മുടെ ഫുട്ബോൾ ഗ്രൗണ്ടായിരുന്നു. അവരെ വീഡിയോ എനിക്ക് കാണിച്ചു തരാണ്. ഏതാണ്ട് 100-300 മീറ്റർ ദൂരം പോയിരിക്കുന്നു. നമുക്ക് ഉടനെ അത് റിക്ലൈം ചെയ്യാൻ പറ്റുമെന്നല്ല പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിൽ കാലാവസ്ഥാ വ്യതിയാനവും അവരുടെ ദാരിദ്ര്യ ദുഃഖങ്ങളെ കൂടുതൽ മൂർച്ഛിപ്പിച്ചിരിക്കുകയാണ്. ഇടത്തരക്കാർക്കാണെങ്കിൽ ഈ DA കിട്ടിയില്ല, അതുപോലുള്ള പ്രശ്നങ്ങൾ അവരുടെ അടുത്ത് ലോൺ അടയ്ക്കാൻ പറ്റുന്നില്ല. അതുപോലെ ചാല ഉൾപ്പെടുന്നതാണല്ലോ, ഈ ചാലയും പാളയും ഒക്കെ ഉൾപ്പെടുന്നതല്ലേ, മണക്കാട് ചന്ത. അപ്പോൾ അവിടേക്കുള്ള വ്യാപാരികൾ, ഇപ്പോൾ ഞാനിവിടെ പല കോപ്പറേറ്റീവ് സെക്ടറിലെല്ലാം വർക്ക് ചെയ്യുന്നതുകൊണ്ട് എനിക്കറിയാൻ പറ്റും, എടുത്ത പണം അടയ്ക്കാൻ പറ്റുന്നില്ല. എടുത്ത പണം തിരിച്ചടയ്ക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. ജപ്തി ഭീഷണിയെ നേരിടുകയാണ്. ഏറ്റവും കൂടുതൽ ജപ്തി നോട്ടുകൾ വന്ന ഒരു കാലഘട്ടമാണിത്. അപ്പോൾ ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാക്കണം. അവരുടെ കടം ആശ്വാസം കൊടുക്കാൻ കഴിയണം. ഇത്തരം കാര്യങ്ങൾക്കാണ് ഞങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നത്. നിലവിലെ ഇവിടുത്തെ സിറ്റിംഗ് MLA എന്ന് പറയുന്നത് ആൻ്റണി രാജു ആണ്. അപ്പോൾ അദ്ദേഹത്തിന് ഈ മത്സരിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് ഏതെങ്കിലും തരത്തിൽ UDFന് ഗുണം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഞങ്ങൾ അതിൽ നിന്നും ഒരു ഗുണം കാർവ് ചെയ്തെടുക്കാനൊന്നും ഒരു സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് ഞാൻ ശ്രമിക്കുന്നില്ല. അത് അത്രമാത്രം ഒരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം അദ്ദേഹത്തിന് ഒരു തെറ്റുപറ്റിയെന്ന് കോടതി പറഞ്ഞു കഴിഞ്ഞല്ലോ. അപ്പോൾ അദ്ദേഹം ഇന്നൊരു കോൺവിക്റ്റാണ്, അക്യൂസ്ഡ് അല്ല. അപ്പോൾ ഒരാൾ കോൺവിക്റ്റ് ആയി കഴിഞ്ഞാൽ ആ കോൺവിക്റ്റ് അദ്ദേഹത്തിന് സ്റ്റേ കിട്ടാനായിട്ട് ശ്രമിച്ചു. അത് കിട്ടിയിരുന്നെങ്കിൽ ചിലപ്പോൾ സ്ഥാനാർത്ഥിയാകുമായിരുന്നു. പക്ഷേ സ്ഥാനാർത്ഥിയായില്ല. അപ്പോൾ അതിൽ നിന്നൊരു നേട്ടം ഉണ്ടാക്കാനൊന്നും മറ്റൊരു സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് ഞാൻ ശ്രദ്ധിക്കുന്നില്ല എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. മറ്റ് 2 മുന്നണികളിലും ഇപ്പോൾ സെൻട്രലിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല. അപ്പോൾ അത് വെച്ച് നോക്കുന്ന സമയത്ത് കുറച്ചുകൂടി പ്രചരണം പെട്ടെന്ന് തുടങ്ങാൻ സാധിച്ചു എന്ന് കരുതുന്നു. ഇവിടെയല്ലേ, അവിടെ പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞല്ലോ. ഇന്നിപ്പോൾ പ്രഥമ കമ്മിറ്റി കഴിഞ്ഞു. DCC ഓഫീസിലായിരുന്നു കമ്മിറ്റി. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ അതിൻ്റെ വർക്കുകളൊക്കെ തുടങ്ങി. ഇന്നിപ്പോൾ അതിൻ്റെ പണിക്ക് പോവുകയാണ്. ഞാൻ തിരക്കിലാണ്, കുറച്ച് അഭിനയിക്കുന്നതല്ല. അപ്പോൾ പൂർണ്ണമായ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ്? 100% പ്രതീക്ഷയിലാണ്. തീർച്ചയായിട്ടും പൂർണ്ണമായും 100% വിജയപ്രതീക്ഷയിൽ തന്നെയാണ് CP ജോൺ ഉള്ളത്. ക്യാമറാമാൻ വിഷ്ണുവിനൊപ്പം മാധുര രാധാകൃഷ്ണൻ, അമൃത ന്യൂസ്, തിരുവനന്തപുരം. 4ാം വിജയം ലക്ഷ്യമിട്ടാണ് UDF സ്ഥാനാർത്ഥി അൻവർ സാദത്ത് ഇത്തവണ ആലുവയിൽ മത്സരിക്കുന്നത്. കഴിഞ്ഞ 15 വർഷക്കാലം ആലുവയിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾക്ക് തുടർച്ചയുണ്ടാകാൻ ജനങ്ങൾ തന്നെ വീണ്ടും പിന്തുണയ്ക്കുമെന്ന് അൻവർ സാദത്ത് പറഞ്ഞു. കൊച്ചിയിൽ നിന്നും തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. 4ാം വിജയം ലക്ഷ്യമിട്ടാണ് ആലുവയിലെ UDF സ്ഥാനാർത്ഥി അൻവർ സാദത്ത് ഇത്തവണ മത്സരിക്കുന്നത്. അദ്ദേഹം നമ്മോടൊപ്പം തന്നെ ഈ സമയത്തുണ്ട്. വലിയ ശക്തി കേന്ദ്രമാണ് എറണാകുളത്ത് നോക്കിക്കഴിഞ്ഞാൽ UDFിൻ്റെ ശക്തി കേന്ദ്രമാണ് ആലുവ.
4ാം തവണ അങ്ങ് മത്സരിക്കുകയാണ്. എങ്ങനെ പോകുന്നു ഇപ്പോൾ ആദ്യഘട്ടത്തിലെ ഒരു പ്രവർത്തനങ്ങളൊക്കെ? അല്ല, ഇന്നലെയാണല്ലോ ഞങ്ങളുടെ സീറ്റുകൾ അനൗൺസ് ചെയ്ത്, ഔദ്യോഗികമായി അനൗൺസ് ചെയ്ത്. അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ ഒരു വർക്ക് ആരംഭിച്ചു. നമ്മൾ പ്രധാനപ്പെട്ട ആളുകളെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു. അതുകൂടാതെ തന്നെ നമുക്ക് അത്യാവശ്യം വോട്ടർമാരെയൊക്കെ കാണുന്നുണ്ട്. ഇപ്പോൾ ഒരു സ്ഥാപനത്താണ് അവിടെ വന്നത്. അപ്പോൾ അങ്ങനെ കണ്ട് വോട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. വിജയം സുനിശ്ചിതമാണ്, നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കും. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വികസനവും കരുതലും യാഥാർത്ഥ്യമാക്കുന്ന ഒരു ജനപ്രതിയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആലുവക്കാർക്ക് ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ആലുവയിലെ ജനങ്ങൾക്ക് പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ഞാൻ അവരെ ചേർത്ത് പിടിക്കും. അതിൽ ഞാൻ രാഷ്ട്രീയം നോക്കാറില്ല, ജാതിയും മതവും നോക്കാറില്ല. അതുകൊണ്ട് ഈ 3 വട്ടവും മത്സരിച്ചപ്പോൾ എൻ്റെ ആ രീതിയിലുള്ള പ്രവർത്തനമായതുകൊണ്ട് ആലുവയിലെ ജനങ്ങൾ എന്നെ അതാത് തെരഞ്ഞെടുപ്പിൽ ചേർത്ത് പിടിക്കാറുണ്ട്. അവിടെയും അവർ രാഷ്ട്രീയ ജാതിയോ മതവും നോക്കാറില്ല. അപ്പോൾ അങ്ങനെയാണ് ആലുവയിലെ ജനങ്ങളുമായിട്ടുള്ള ഒരു ബന്ധം എനിക്ക്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വിജയം സുനിശ്ചിതമാണ്. പിന്നെ നമുക്കറിയാം, ഈ ഗവൺമെൻറ്റിനെതിരെ വലിയൊരു ജനവികാരമുണ്ട്. സാധാരണക്കാരായ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങൾ ഇവർക്കെതിരാണ്. കാരണം നമുക്കറിയാം, വിലക്കയറ്റം വലിയ രൂക്ഷമായ വിലക്കയറ്റമാണ്. നമ്മുടെ കുടുംബങ്ങളിലെ ഗൃഹനാഥന്മാരായാലും അവരൊക്കെ എന്താണെന്നറിയുമ്പോൾ 2 അറ്റം കൂട്ടിമുട്ടിക്കാൻ പ്രയാസപ്പെടുകയാണ്. അതോടൊപ്പം തന്നെ ആരോഗ്യ മേഖല, നമുക്കറിയാം ഗവൺമെൻറ് ഹോസ്പിറ്റലൊക്കെ ചെല്ലാൻ ഭയപ്പെടുകയാണ്. അങ്ങനെ വിദ്യാഭ്യാസ രംഗത്തായാലും ആരോഗ്യ രംഗത്തായാലും ഒക്കെ എല്ലാ മേഖലയിലും വലിയ പ്രതിസന്ധി ഇന്ന് കേരളത്തിൽ വളരെ രൂക്ഷമായിട്ടുണ്ട്. അപ്പോൾ ഈ LDF ഗവൺമെൻറ്റിന് ഒരു ജനവികാരമുണ്ട്. ആ ജനവികാരം ആലുവയിലുമുണ്ട്. അതോടൊപ്പം തന്നെ താങ്കൾ MLA ആയിരുന്ന ഈ കഴിഞ്ഞ 3 ടേമിലും നടത്തിയിട്ടുള്ള ചില പ്രവർത്തനങ്ങളുണ്ട്. ഈ ഭവനരഹിതർക്ക് വീട് വെച്ച് കൊടുക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ, അതൊക്കെ ഇത്തവണയും ഗുണം ചെയ്യും എന്ന് തന്നെയാണോ പ്രതീക്ഷിക്കുന്നത്? ഞാൻ പറഞ്ഞല്ലേ, ഞാനത് സത്യം പറഞ്ഞാൽ എൻ്റെ മുദ്രാവാക്യം, ഞാൻ ജനപ്രതിയാക്കാൻ എൻ്റെ മുദ്രാവാക്യം വികസനവും കരുതലുമാണ്. വികസനം എന്ന് പറഞ്ഞാൽ എൻ്റെ നിയോജകമണ്ഡലത്തിൽ ഈ 3 ടൈമായിട്ട് ഒത്തിരി വികസനത്തിൽ ഈ ലാസ്റ്റ് 5-ാം വർഷവും നമ്മൾ ഒത്തിരി വികസനം നടത്തിയിട്ടുണ്ട്. ആലുവ KSRTC ബസ് സ്റ്റാൻഡ് വളരെ മോശമായി കിടക്കായിരുന്നു, വലിയ ആക്ഷേപമായിരുന്നു. പക്ഷെ അത് MLA അസറ്റ് ഫണ്ടിൽ നിന്ന് ഉൾപ്പെടെ ഫണ്ട് സമാഹരിച്ചുകൊണ്ട് നല്ല ഒന്നാന്തരം KSRTC ബസ് സ്റ്റാൻഡാക്കി മാറ്റി. പാലങ്ങൾ, പാറപ്പുറം വല്ലങ്കടവ് പാലം, അതോടൊപ്പം തന്നെ നമ്മുടെ ആലുങ്കക്കടവ് പാലം, പുറയാർ മേൽപ്പാലം ആവശ്യമായിരുന്നു വർഷങ്ങളാണ്. അതിപ്പോൾ അതിൻ്റെ നിർമ്മാണ പ്രവൃത്തി തുടങ്ങി, അത് ഉഷാറായി പോകുന്നു. അതുപോലെ തന്നെ ആലുവ മാർക്കറ്റ് വലിയൊരു പരാതിയായിരുന്നു, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അത് ഞങ്ങൾക്കെതിരാണ് ആക്ഷേപം ഉണ്ടായത്, എനിക്കെതിരെ പ്രത്യേകിച്ചും. പക്ഷേ ഗവൺമെൻറ്റിൽ സമ്മർദ്ദം ചെലുത്തി ഇന്ന് 50 കോടി ഒരു ഹൈടെക് മാർക്കറ്റ്. അങ്ങനെ വിദ്യാഭ്യാസ രംഗത്ത് സ്കൂൾ ബിൽഡിങ്ങുകൾ, സ്കൂൾ ബസ്സുകൾ, സ്കൂൾ കമ്പ്യൂട്ടർ കൊടുക്കുന്ന അങ്ങനെ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ, അംഗൻവാടികൾ, അങ്ങനെ ആരോഗ്യരംഗത്താണെങ്കിൽ അതിൻ്റെ ബിൽഡിംഗ് പണിയാനും മറ്റുള്ള അടിസ്ഥാന സൗകര്യം ഒരുക്കാൻ വേണ്ടി ആരോഗ്യരംഗത്ത് വികസന പ്രവർത്തനങ്ങൾ, വിദ്യാഭ്യാസ രംഗത്ത് വികസന, അങ്ങനെ ഒട്ടനവധി വികസന പ്രവർത്തനം നടക്കുന്നതോടൊപ്പം തന്നെ 3 അക്ഷരം തന്ന ആരാ? MLA എന്ന 3 ലക്ഷം ജനങ്ങളാണ്. അപ്പോൾ എൻ്റെ ക്രിയേറ്റീവായിട്ടൊരു പദ്ധതി വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. ജിഷ എന്നൊരു സഹോദരി ഒരു ജന കൊല ചെയ്യപ്പെട്ടപ്പോഴാണ് എൻ്റെ മനസ്സിലൊരു ആശയം കയറിയത്. സുരക്ഷിതമായ ഭവനമില്ലാത്ത സഹോദരന്മാർ നമ്മുടെ നാട്ടിലുണ്ട് എന്ന്. അത് എൻ്റെ നാടെന്ന് പറയുമ്പോൾ ആലുവയാണ്. ആ ആലുവയിലെ ജനങ്ങൾ അങ്ങനെ ഒത്തിരി ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ അവർക്ക് ഒരു പദ്ധതി അനൗൺസ് ചെയ്തു. അമ്മക്കിളിക്കൂട്, പാവപ്പെട്ട വിധവകൾക്ക്, സ്ഥലമുണ്ടായിട്ടും വീടില്ലാത്ത പാവപ്പെട്ട വിധവകൾക്ക് വീട് വെച്ച് വെക്കുന്ന പദ്ധതിയാണ് അമ്മക്കിളിക്കൂട്. അവിടെ ജാതി മതവും രാഷ്ട്രീയമൊന്നുമില്ല ഈ പദ്ധതിക്ക്. ആരാണ് ഡിസർവിങ്, ആ ഡിസർവിങ് ആയി കൊടുക്കുക. അങ്ങനെ ഇപ്പോൾ 60 വീട് താക്കോൽ കൈമാറ്റം നടത്തി. 61ാമത്തെ വീട് നിർമ്മാണ പ്രവൃത്തി പുരോഗമിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ ഒരു ആഗ്രഹവും സ്വപ്നവും ആലുവ നിയോജകമണ്ഡലത്തിൽ ഒത്തിരി അപേക്ഷയിപ്പുണ്ട്. ആലുവ നിയോജകമണ്ഡലത്തിൽ ഒരു വിധവ് പോലും സ്ഥലമുണ്ടായിട്ട് സുരക്ഷിത ഭവനമില്ലാതിരിക്കാൻ പാടില്ല. അതുകൊണ്ട് അത് പൂർത്തീകരിക്കാനാണ് ഞാൻ എൻ്റെ ലക്ഷ്യം മുന്നോട്ട് പോകുന്നത്. ഈ ഇവിടുത്തെ വികസനങ്ങൾ ഇനിയും നടത്താൻ, ആലുവയിൽ പൂർണ്ണമായ വികസനമൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല, ഇനിയും ചെയ്യാനുണ്ട്. കഴിഞ്ഞ 10 വർഷക്കാലം LDF ഗവൺമെൻറ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ഫണ്ടിന് പരിമിതിയായിരുന്നു. ആലുവ മൂന്നാർ റോഡ്, ആലുവ പെരുമ്പാവൂർ റോഡ് 4 ലൈൻ ആക്കുകയാണ്. നമ്മൾ നിരന്തരമായി ഗവൺമെൻറ്റിൽ സമ്മർദ്ദം ചെലുത്തി ആ പദ്ധതിയൊക്കെ നമ്മൾ കൊണ്ടുവന്നത്. സീപോർട്ട് എയർപോർട്ട് റോഡ് അതിൻ്റെ 2ാം ഘട്ടം ലാൻഡ് അക്വിസിഷൻ നടപടി പൂർത്തിയാക്കി അത് റോഡ്സ് ആൻഡ് ബ്രിഡ്ജസിന് കൈമാറിയിരിക്കുകയാണ്. അവരതിൻ്റെ അലൈൻമെൻറ്റും മറ്റുള്ള കാര്യങ്ങൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ വികസനവും കരുതലുമാണ് എൻ്റെ മുദ്രാവാക്യം. അതുകൊണ്ട് ആലുവയിലെ ജനങ്ങളെ നല്ല വിശ്വാസമുണ്ട്.
വിജയം സുനിശ്ചിത, നല്ല ഭൂരിപക്ഷം ജയിക്കും, യാതൊരു സംശയമില്ല. കൂടാതെ ഇത്തവണ AM ആരിഫാണ് എതിരാളി LDFന്റെ സ്ഥാനാർത്ഥി. സ്വാഭാവികമായിട്ട് വലിയൊരു ടൈറ്റ് മത്സരം ആലുവയിൽ ഉണ്ടാവില്ലേ? അല്ല, ഞാൻ പറഞ്ഞില്ല, സ്ഥാനാർത്ഥി ആരാ എന്നല്ല പ്രശ്നം, പൊളിറ്റിക്കലായ മത്സരം 1, 2. ഞാൻ പറഞ്ഞില്ലേ, ആലുവയിൽ 3 ടൈമായിട്ട് MLAക്ക് എനിക്ക് ഡോർ ടു ഡോർ എല്ലാ വീടുകളും അറിയാം. അതുപോലെ തന്നെ അത്യാവശ്യം എല്ലാ ആളുകളെയും നമുക്ക് നേരിട്ട് അറിയാവുന്ന ആളാണ്. അപ്പോൾ അവരുമായുള്ള ബന്ധമാണ്, അവരുമായി ഞാൻ പറഞ്ഞില്ലേ, കക്ഷി രാഷ്ട്രീയത്തിനും അവരുടെ സുഖത്തിലും ദുഃഖത്തിലും ഒക്കെ ഈ 15 വർഷമായി ഞാനിങ്ങനെ അവരായി ഇഴകിച്ചേർന്ന് ജീവിക്കുകയാണ്. അവരുടെ ഒപ്പം നിൽക്കുകയാണ്. അവരുടെ പ്രതിസന്ധി വരുമ്പോൾ അവർ കൂടെ നിൽക്കുന്നു, സന്തോഷം വരുമ്പോൾ കൂടെ നിൽക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ്. അപ്പോൾ ആര് സ്ഥാനാർത്ഥി, ഇപ്പോൾ ആരിഫ് ഖായാണ് സ്ഥാനാർത്ഥി. ഞാൻ MLA ആയുള്ള ആദ്യ ചെല്ലും അദ്ദേഹത്തെ പരിചയമുണ്ട്, അദ്ദേഹമുണ്ട്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും സ്ഥാനാർത്ഥി ഒരാളുണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു മത്സരം നമ്മൾ കാഴ്ചവെക്കുന്നു. അതിനകത്ത് പ്രത്യേകതയൊന്നും എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. പിന്നെ അവരുടെ പാർട്ടി ഒരാളെ നിശ്ചയിക്കുന്നു, ഒരു പാർട്ടിയാണ് തീരുമാനിക്കുന്നത് ആരൊക്കെ മത്സരിക്കും എന്നുള്ളത്. ഏതായാലും വളരെയധികം നന്ദി, വിജയാശംസകൾ. ഏതായാലും 15 വർഷം കൂടെ ഉണ്ടായിരുന്ന ജനങ്ങൾ ഇത്തവണയും അദ്ദേഹത്തെ പിന്തുണക്കുമെന്നുള്ള ഒരു ആത്മവിശ്വാസത്തിൽ തന്നെയാണ് അൻവർ സാദത്ത് ഉള്ളത്. ക്യാമറമാൻ വിപിൻ ആലുവയ്ക്കൊപ്പം കിരൺ കുമാർ, അമൃത ന്യൂസ്, കൊച്ചി. ഇറാന്റെ ഇന്റലിജൻസ് മന്ത്രി ഇസ്മായിൽ ഖാത്തിബിനെയും വധിച്ചെന്ന് ഇസ്രായേൽ. ഇക്കാര്യത്തിൽ ഇറാൻ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. അവകാശവാദം സത്യമെങ്കിൽ 2 ദിവസത്തിനിടെ വധിക്കുന്ന ഇറാന്റെ 3ാമത്തെ ഉന്നത നേതാവാണ് ഇസ്മായിൽ ഖാത്തിബ്. ഇറാൻ സുരക്ഷാ കൗൺസിൽ മേധാവി അലി ലാരിജാനിയെയും ബാസിച്ച് പാരാമിലിറ്ററി ഫോഴ്സ് തലവൻ ഗുലാം റസ സുലൈമാനിയെയും കഴിഞ്ഞ ദിവസങ്ങളിൽ വധിച്ചിരുന്നു. ഇറാനിലെ ഉന്നത ഉദ്യോഗസ്ഥരെ വധിക്കുന്നതിന് പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു സൈന്യത്തിന് എല്ലാവിധ സ്വാതന്ത്ര്യവും നൽകിയിട്ടുണ്ടെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് വ്യക്തമാക്കി. ഗൾഫ് രാജ്യങ്ങളിലേക്കും ഇസ്രായേലിലേക്കും ഇറാന്റെ ആക്രമണം തുടരുന്നു. ഖത്തറിലും UAEയിലും പെരുന്നാളിന് ഈദ് നമസ്കാരം പള്ളികളിൽ മാത്രമാക്കി ചുരുക്കിയിട്ടുണ്ട്. മാഞ്ചസ്റ്റർ സിറ്റി ചാമ്പ്യൻസ് ലീഗ് ക്വാർട്ടർ ഫൈനലിൽ യോഗ്യത നേടാതെ പുറത്ത്. റൗണ്ട് ഓഫ് 16ലെ 2ാം പാദ പോരാട്ടത്തിൽ സ്വന്തം സ്റ്റേഡിയത്തിൽ 1-2 ഗോളുകൾക്ക് റയൽ മാഡ്രിഡാണ് സിറ്റിയെ തകർത്തത്. ഇന്ന് ബാഴ്സലോണ ന്യൂകാസിൽ പോരാട്ടം ഇന്ത്യൻ സമയം 11:15 നടക്കും. ക്വാർട്ടറിൽ എത്താൻ ന്യൂകാസിലിന് ജയം അനിവാര്യമാണ്. റയൽ മാഡ്രിഡും PSG-യും ആഴ്സണലും ക്വാർട്ടറിൽ കടന്നു.